അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മന്നാൻ അസ്സലാത്തു വസ്സലാമു അലാ ഹബീബിർ റഹ്മാൻ വ ആലിഹി വസഹ്ബിഹി അഹ്ലിൽ അംനി വൽ ഈമാൻ അമ്മാ ബഅദ്. ഫകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ്ദഹരി. എനിക്കെത്രയും ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഖാലിക്കായ മാലിക്കായ തമ്പുരാൻ പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മൾ ചെയ്ത സകലമാന സൽക്കർമ്മങ്ങളും നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമ്മൾക്ക് വിട്ടുപുറത്തു മാഫാക്കി തരുമാറാകട്ടെ. നമുക്കറിയാം, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടുവാൻ അള്ളാഹു നമുക്ക് കനിഞ്ഞേകിയതാണ് ഈ റമദാൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾക്ക് പരിശുദ്ധമായ റഹ്മത്തിന്റെ 10 നമ്മളോട് വിട പറഞ്ഞു, മഗ്ഫിറത്തിന്റെ 10 നമ്മോട് വിട പറഞ്ഞു. ഇനി കേവലം നമ്മുടെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ സമീപത്തുള്ളത്. ഈ അവസാന 10 മറ്റുള്ള ദിവസത്തെക്കാൾ കൂടുതൽ മഹത്വം കൂടുതലാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ഇദാ ദഖലൽ അശ്റുൽ അഖീറു, പരിശുദ്ധമായ റമളാനിലെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ ശദ്ദമീസറഹു, അവിടുത്തെ അരയുടുപ്പ് മുറുക്കുമായിരുന്നു എന്നാണ്. അരയുടുപ്പ് മുറുക്കുമെന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലേക്ക് കച്ചകെട്ടി ഇറങ്ങുമെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഒരു സമീപനം ഹബീബായ തങ്ങള് സ്വീകരിക്കുമായിരുന്നു. വാഹിയാ ലൈലഹു, അവിടുത്തെ രാത്രികൾ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ ഉറക്കമൊഴിവാക്കിക്കൊണ്ട് ജീവിപ്പിക്കുമായിരുന്നു. വൈക്കല അഹ്ലഹു, തന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ 10 പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉണർത്തുമായിരുന്നു എന്നൊക്കെ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവസാനത്തെ 10 ഇത്രത്തോളം പ്രാധാന്യമുണ്ടാകാൻ കാരണം? നമുക്കറിയാം, പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന്. പരിശുദ്ധമായ ഖുർആനിൽ ആ ഒരു ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ്. ഈ ലൈലത്തുൽ ഖദ്ർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് അത് ഈ അവസാനത്തെ 10. മഹാനായ തൊബ്രാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഇൽതമിസുഹ, നിങ്ങൾ ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഫിൽ അശ്റിൽ അവാഖിരി, അവസാനത്തെ 10കളിൽ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക, ഫഇന്നഹാ വിത്റുൻ, അത് ഒറ്റയിട്ട രാവുകളിലാണെന്ന്. നമ്മൾ ഇപ്പോൾ 21-ാം രാവ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു, 23-ാം രാവ് നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മൾക്ക് മുന്നിൽ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വല്ലാതെയായി ഈ ഒറ്റയിട്ട രാവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തത് ഈ അവസാനത്തെ 10നായിരുന്നു. അതുകൊണ്ടാണ് ഇൽതമിസുഹ, നിങ്ങൾ ആ ലൈലത്തുൽ ഖദ്റിനെ അവസാനത്തെ 10ൽ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. നമുക്കറിയാം, ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് 1000 മാസത്തേക്കാൾ പവിത്രമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് കണക്കിലെടുത്ത് നോക്കുമ്പോൾ 83 വർഷമാണ്. 83 വർഷത്തെ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്, അത്രയും സ്വീകാര്യതയാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയാൽ അവന് ലഭിക്കാൻ പോകുന്നത്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അഗ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇല 70, എന്റെ ഉമ്മത്തിലെ ആളുകളുടെ ആയുസ് എന്ന് പറയുന്നത് അത് 60-ന്റെയും 70-ന്റെയും ഇടക്കുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്ത് മുഹമ്മദിയ സമുദായത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് 60 വയസ്സിന്റെയും 70 വയസ്സിന്റെയും ഇടയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജീവിക്കുക എന്നുള്ളത്. ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈലത്തുൽ ഖദ്ർ ലഭിച്ചാൽ അവന് ലഭിക്കാൻ പോകുന്നത് 83 വർഷത്തെ മഹത്വമാണ്. ഇനി ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്
പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ്. പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദറിനെ കിട്ടാത്ത ചില ആളുകളെ പരിശുദ്ധമായ ഇസ്ലാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും മഹത്വമുള്ള 1000 മാസത്തോളം പവിത്രമാക്കപ്പെട്ട 83 വർഷത്തോളം ഇബാദത്ത് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത ചില ആളുകളുണ്ട്. അതിലൊന്നാമതായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുന്നത് മുദ്മിനുൽ ഖംർ, നിത്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്നാണ്. ലഹരി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ പത്രമാധ്യമങ്ങളുടെ ദൃശ്യശ്രവണ മാധ്യമങ്ങളുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരുപാട് മനുഷ്യരുടെ സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്നു, സ്വന്തം ഭാര്യയെ തലക്കടിച്ചു കൊന്നു. ഇങ്ങനെ നിത്യേന പത്രമാധ്യമങ്ങളുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വാർത്തകൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇതിനൊക്കെ കാരണം? അവസാനം പത്രത്തിൽ പറയുന്നു, ഈ പറയപ്പെട്ട വ്യക്തി ലഹരിക്കടിമയാണ്, നിത്യമായി ലഹരി ഉപയോഗിക്കുന്നു. അതായത് ഒരു മനുഷ്യന് ഭക്ഷണം കൂടാതെ കഴിയുന്നില്ല, വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ പ്രാധാന്യമായിട്ട് ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദർ അവന് കിട്ടാൻ പോകുന്നില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആഖുൽ വാലിദൈനെയാണ്. സ്വന്തം പ്രസവിച്ച ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ എന്നാണ് ബഹുമാനപ്പെട്ട തഅവ ഉസ്താദ് പാടിയത്. അതായത് സ്വന്തം ഗർഭം ചുമന്ന മാതാവിനെ പടിക്ക് പുറത്താക്കുന്ന ഒരു സാഹചര്യം, വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുന്ന ഒരു സാഹചര്യം, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന സ്വർഗത്തിന്റെ നടുവാതിലാണ് പിതാവെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ആ പിതാവിനെ ഒഴിവാക്കുന്ന, ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇത്രത്തോളം മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാൻ തന്നെ കാരണം, ഒരിക്കലും ഒരു മാതാപിതാക്കള് സ്വന്തം മക്കൾക്ക് എതിരെ ഒരിക്കലും പ്രാർത്ഥിക്കുകയില്ല, അവർക്കെതിരെയായിട്ട് കണ്ണീര് വീഴ്ത്തുകയുമില്ല. വല്ലപ്പോഴും എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അവരിൽ കണ്ണീര് വീണ് കഴിഞ്ഞാൽ അവർക്കെതിരെയായിട്ട് അള്ളാഹുവിന്റെ ദർബാറിലേക്ക് സ്വന്തം മാതാപിതാക്കൾ കൈ ഉയർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ മാതാവിന്റെയോ പിതാവിന്റെയോ ഹൃദയം അത്രത്തോളം വേദനിച്ചിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന മക്കൾക്കൊരിക്കലും പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ അല്ലതി ഈ 1000 മാസത്തോളം പവിത്രമുള്ള ഈ ലൈലത്തുൽ ഖദർ കിട്ടാൻ ഒരു യോഗ്യതയുമില്ല എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മൂന്നാമതായി പറയുന്നത് ഖാതിഉർ റഹ്മാന്, കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ എന്നാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ കുടുംബ ബന്ധമൊക്കെ കേവലം വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ കേവലം ഫോണുകളിലൂടെ മാത്രമുള്ള ഒരു ബന്ധമായി കൊണ്ടിരിക്കുന്നു. സന്ദർശനങ്ങളും സിയാറത്തുകളും ഒക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് കേവലം ചാറ്റിങ്ങിലൂടെ മാത്രം ഒതുങ്ങുന്ന ഒരു കുടുംബ സന്ദർശനമായി കൊണ്ട് നമ്മൾ മാറുമ്പോൾ ഈ പരിശുദ്ധമായ റമദാനെ സംബന്ധിച്ചിടത്തോളം നാം നമ്മുടെ കുടുംബക്കാരെയൊക്കെ ഒന്ന് വിളിച്ചിട്ട് ആ കുടുംബക്കാരെയൊക്കെ ഒന്ന് സൽക്കരിച്ചുകൊണ്ട് നോമ്പ് പോലെയുള്ള സൽക്കാരങ്ങൾ നടത്തിക്കൊണ്ട്, എത്രയോ മഹത്തമായ നോമ്പ് ഒരു കാരൊക്കെ കൊണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് തുറപ്പിക്കുക എന്ന് വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ ലൈലത്തുൽ ഖദർ ലഭിക്കുകയുള്ളൂ. അല്ലാതെ കുടുംബബന്ധം നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ ഇങ്ങനെ കുടുംബബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അവർക്കും ലൈലത്തുൽ ഖദർ ലഭിക്കുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നാലാമതായി പറയുന്നത് മുഷാഹിനാണ്. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനോട്, മുഅ്മിനായ സഹോദരനോട് 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടാതെ നടക്കുന്ന ആള് എന്നാണ്. മിണ്ടാതെ നടന്നു കഴിഞ്ഞാൽ നിസാരമായ പ്രശ്നത്തിലായിരിക്കാം. ഒരു പക്ഷേ തന്റെ വീട്ടിൽ ഒരു പക്ഷി അല്ലെങ്കിൽ വളർത്തുമുഖം അയൽവാസിയുടെ വീട്ടിലേക്ക് പോയതിന്റെ പേരിൽ, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ ഒരു മരത്തിന്റെ ഇല സ്വന്തം അപ്പുറത്തെ വീട്ടിലേക്ക് ചാടിയതിന്റെ പേരിലൊക്കെ തർക്കങ്ങളും അത് കാരണം പ്രശ്നങ്ങളും അത് കാരണം 2 വീടുകൾക്കെതിൽ മതിൽ കെട്ടുകൾ വരെ വരുന്ന സംവിധാനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു 4 വിഭാഗം, ഈ 4 വിഭാഗങ്ങൾക്ക് പരിശുദ്ധമായ 1000 മാസത്തോളം മഹത്വമുള്ള ലൈലത്തുൽ ഖദർ കിട്ടുകയില്ല എന്നാണ്. അതുകൊണ്ട് മുഅ്മിനായ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മളിൽ ആരെങ്കിലും ഈ ഗുണത്തിൽ ഈ പറഞ്ഞ ഈ നെഗറ്റീവായ ഈ ഒരു ഗുണം നമ്മളിലുണ്ടെങ്കിൽ, ഈ ഒരു നെഗറ്റീവായ ഗുണം നമ്മളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യണമെന്നാണ്. പൊരുത്തപ്പെടിക്കേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം പൊരുത്തപ്പെടിച്ച് ഇനിയുള്ള അവസാന 10 വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ അള്ളാഹുലേക്ക് കൂടുതൽ സമീപിക്കാൻ നമ്മളേവരും അതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം. കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ കാലം തന്നെയുള്ളൂ. കാരണം അൽ മൗതു അദ്നാ മിൻ ശിറാക്കി നഹ്ലി എന്നാണ് കവിത പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണം എന്ന് പറയുന്നത് അവൻ കാലിൽ ധരിച്ച ചെരിപ്പിനോളം അടുത്തതാണ്. അതായത് ഒരു മനുഷ്യന്റെ മരണം എത്രയും പെട്ടെന്നാകാം. അതിന് പ്രത്യേക കാരണങ്ങളോ ഒരു
രോഗം വേണമെന്നോ എന്നും ഒരിക്കലും എവിടെയും നമ്മൾ പ്രത്യേക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നില്ല. നമുക്കറിയാലോ, മഹാനായ ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, ഫകം മിൻ സ്വഹീഇൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്രയെത്ര ആരോഗ്യമുള്ള മനുഷ്യരാണ് ഒരു രോഗവുമില്ലാതെ മരിച്ചു പോകുന്നു. വകം മിൻ സഖീമിൻ ആശ ഹീനം മിനദ് ദഹരി, രോഗമായിട്ട് മരണക്കടക്കയിൽ കടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നോ നാളെയോ മരിച്ചു പോകുമെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ കാലാകാലം ജീവിച്ചു പോകുന്നുണ്ടല്ലോ. നമ്മൾ തന്നെ പറയാറില്ലേ, ഇപ്പോൾ നമ്മുടെ കൂടെ ളുഹർ നിസ്കരിച്ച മനുഷ്യൻ അതാ അയാൾ മരിച്ചിരിക്കുന്നു, നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങളുണ്ട്. അത്രത്തോളമുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് അല്ലെങ്കിൽ മരണം എപ്പോഴാണെന്ന് പോലും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഉള്ള കാലത്തോളം നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടാണ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനും, മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മേവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.